ഇറ്റലിയിലെ മിലാൻ കോർട്ടിന 2026 ശീതകാല ഒളിമ്പിക്സ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ കായികമേളയാണ്. എന്നാൽ സ്പോർട്സ് അല്ല, സുരക്ഷയാണ് തലക്കെട്ടുകളിൽ നിറയുന്നത്. ഫെബ്രുവരി 6 തുടങ്ങി 22 അവസാനിക്കുന്ന ഈ ഗെയിംസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഖത്തർ സുരക്ഷാ സേനയുടെ പങ്കാളിത്തം ഏറെ ചർച്ചയായിരിക്കുന്നു. ഖത്തർ സുരക്ഷാ സമിതിയുടെ ഭാഗമായ ലക്കയ യൂണിറ്റ് 2026 ജനുവരി 27 ഇറ്റലിയിലെത്തിയത്. വേദികളുടെ നിരീക്ഷണം, റാപ്പിഡ് റെസ്പോൺസ്, സുരക്ഷാ ഭീഷണികൾക്കെതിരായ പ്രതിരോധ നടപടികൾ തുടങ്ങിയവയാണ് സേനയുടെ ദൗത്യങ്ങൾ. മിലാൻ കോർട്ടിന, ഡി ആംബസോ എന്നിവിടങ്ങളിലെ കായിക വേദികളിൽ നിലവിൽ പട്രോളിംഗ് നടത്തി വരികയാണ് അവർ. ഖത്തറിന് ഒളിമ്പിക്സിൽ അത്ലറ്റുകൾ ഇല്ലെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് അധികൃതർ ഇതിനെ കാണുന്നത്. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സിലും ഖത്തർ സേന സഹായിച്ചിരുന്നു. ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഓപ്പറേഷനാണ് ഒളിമ്പിക്സിന്റേത്. 6000-ലധികം ഇറ്റാലിയൻ ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ ഗെയിംസിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ വിവാദങ്ങളും ഉയർന്നിരുന്നു. അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമാണ് ICA എത്തിയിരിക്കുന്നത് എന്നാണ് വിശദീകരണം. എന്നാൽ വിദേശ പോലീസിന്റെ സാന്നിധ്യം നിരവധി കാരണങ്ങളാൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനോ നാറ്റോയോ അല്ലാത്ത സുരക്ഷാ സേനകളെ യൂണിഫോമിൽ ഇറ്റാലിയൻ നഗരങ്ങളിൽ കാണുന്നത് നിവാസികളെയും സന്ദർശകരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്.